ഹായ്, ഇന്ന് ഞാനുള്ളത് കൊളംബിയയിലെ കാർട്ടഗീനയിലാണ്. കൊളംബിയയിലെ ഏറ്റവും മനോഹരവും ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലങ്ങളിലൊന്നാണ് കാർട്ടഗീന. കരീബിയൻ കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം സ്പാനിഷ് കൊളോണിയൽ വാസ്തുവിദ്യയ്ക്കും മനോഹരമായ ബീച്ചുകൾക്കും പേരുകെട്ടൊരു സ്ഥലമാണ്. ഈ പോർട്ടിൻ്റെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ് ഇവിടുത്തെ ഒരു സൂ ഉണ്ട്. പോർട്ട് ഒയാസിസ് എന്ന് പറഞ്ഞൊരു സൂ ആണ്. ഒട്ടേറെ പലതരത്തിലുള്ള പക്ഷികളെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സൂവിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ അകത്ത് ഞാൻ പണ്ട് വന്നപ്പോൾ കുറേ കാഴ്ചകൾ, നല്ല പക്ഷികളെയൊക്കെ കണ്ടായിരുന്നു. ഇതേ ഇരിക്കുന്നു. നല്ല ഭംഗിയാണ് ഈ സൂ കേട്ടോ, നല്ല രസമാണ്. നമ്മൾ ഈ ടെർമിനലിൽ നിന്ന് ഇങ്ങനെ പുറത്ത് കിടക്കുമ്പോൾ കാണുന്നത് ഉണ്ടോ, പീലി വിരിച്ച് പിടിച്ചെടുത്തിനവിടെ നിൽക്കുന്നതുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതിനെ ആകർഷിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു. തത്തമ്മയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, തത്തമ്മ. ഇവയ്ക്കിങ്ങനെ അധികം പേടിയൊന്നുമില്ല കേട്ടോ. ആൾക്കാരെ കണ്ട് കണ്ട് ശീലമായതാണ്, അതുകൊണ്ട് അങ്ങനെ പേടിയൊന്നുമില്ല. ഇവരെല്ലാം പീലിയൊക്കെ വിരിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ചെറിയ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എവിടെ നോക്കിയാലും പക്ഷികളാണ്, ചുറ്റും പക്ഷികളാണ്. ഇഷ്ടം പോലെ മയിലുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇവിടെ ഒരുത്തനുണ്ട്, അവിടെ വേറെ ഒരുത്തൻ എഴുപ്പുണ്ട്, ഇതിൻ്റെ അകത്തുണ്ട്, ആ പുറകിലുണ്ട്, അവിടെ നടപ്പുണ്ട് ഒരെണ്ണം. ചുറ്റും ഇഷ്ടം പോലെ മയിലുകളുണ്ട്. ഇതേ ഇരിക്കുന്നു വേറൊരുത്തൻ. ഇത്തരം ഒരു പോർട്ട് ലോകത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയാണ്. എനിക്ക് ഈ പക്ഷികളുടെ പേരൊന്നും അത്ര അറിയത്തില്ല. നല്ല കളർഫുള്ളായിട്ടുള്ള പക്ഷികൾ അത്ര എനിക്കറിയത്തുള്ളൂ. ഇവിടെ വെളുത്ത കളറിലുള്ള ഒരു മയിലും ഉണ്ട് കേട്ടോ. അവർക്കുള്ള ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ. കണ്ടോ, ഈ പോകുന്നതിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഇടപാടാണ് കാണിക്കുന്നത്.
ഞങ്ങളെന്തായാലും ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകാമെന്ന് വെച്ചു. പോയി നോക്കാം എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന്. ടർട്ടിൽ. ഇതിൻ്റെ അകത്ത് കുറെ ആമകളുണ്ട് കേട്ടോ. ആമ മറ്റേ മുമ്പേ പറഞ്ഞ വെളുത്ത മയിലൂടെ തീലി വിരിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അത് കൂടാതെ വേറെയും കുറേ ചെറിയ പക്ഷികളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് ഇവിടുത്തെ ഒരു ടെർമിനൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന വഴിയാണിത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ സ്റ്റക്കായി പോകും എപ്പോഴും. അതാണ് പ്രശ്നം. അത്ര മനോഹരമായിട്ടാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരു ടാക്സിയൊക്കെ വിളിച്ച് ഇവിടുത്തെ ഒരു ഓൾഡ് ടൗൺ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് പോവുകയാണ്. ചുമ്മാ ഒന്ന് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഒരു പഴയ ഒരു സ്ഥലം, അധികം പെട്ടെന്ന് കണ്ട അധികം വികസനമൊന്നും ഇല്ലാത്തൊരു പഴയ ഒരു സ്ഥലം. ഒരു കരീബിയൻ കോസ്റ്റ് ആയതുകൊണ്ട്, ഒരു കരീബിയൻ തീരത്തുള്ള സ്ഥലമായതുകൊണ്ട് അതിൻ്റെ ഒരു ടച്ച് ഇവിടെ എല്ലായിടത്തും കാണാം. സ്പാനിഷ് ഭരണകാലത്ത് നിർമ്മിച്ച കാസ്റ്റലോ സാൻ ഫെലിപ്പ് ഡി ബരാജാസ് എന്ന കോട്ടയാണിത്. ലാറ്റിൻ അമേരിക്കയിലെ സ്പാനിഷ് സാമ്രാജ്യം നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ കോട്ടയാണിത്. 1536 സ്പെയിൻകാരാണ് ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. 1984 യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. കരമാർഗവും കടൽ മാർഗവും ഉണ്ടാവുന്ന ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് നഗരത്തെ രക്ഷിക്കാനാണ് ഇത് നിർമ്മിച്ചത്. ഓൾഡ് ടൗണിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട മനോഹരമായ കാഴ്ചകളാണിത്. കെട്ടിടങ്ങളുടെയൊക്കെ ഒരു ഭംഗി നോക്കിക്കേ. എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കുന്നു. ഇവിടുത്തെ ബാൽക്കണികളൊക്കെ വളരെ ഭംഗിയുള്ളതാണ്. ഞങ്ങൾ ടാക്സി വിളിച്ച് ഇവിടുത്തെ ഓൾഡ് ടൗണിൻ്റെ അടുത്തെത്തി. ഈ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ഓൾഡ് ടൗൺ. നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. അത് ഞങ്ങൾ ടാക്സി വിളിച്ചാണ് വന്നത്. അപ്പോൾ പുള്ളിക്ക് പൈസ കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ ചേഞ്ച് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയി ചേഞ്ച് ഒപ്പിക്കാമെന്നാണ് ഓർക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പഴയ തെരുവ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു സിറ്റി ഇത്തരം വലിയ മതിലുകൊണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട് വെച്ചേക്കുന്നതാണ്. 16-ാം നൂറ്റാണ്ടിൽ മറ്റേ കടൽ കൊള്ളക്കാരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. ഞങ്ങൾ നടന്നിവിടെ ഒരു ചെറിയൊരു സ്ക്വയറിലേക്ക് എത്തി. കൊള്ളാം, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും.
ആ സ്ക്വയറിൽ നിന്ന് ഇങ്ങനെ ഒരു പള്ളിയുടെ മുന്നിലേക്ക് എത്തി. നല്ല പഴക്കമുള്ളൊരു പള്ളി. ഇവിടെ ജസ്റ്റ് ചുറ്റിക്കടന്നിങ്ങനെ നോക്കാം, ചുറ്റി നടന്നിങ്ങനെ നോക്കാം എന്നല്ലാതെ എന്താണ് മെയിനായിട്ട് ഉള്ളതെന്ന് ഇങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഒന്നും. ഇവിടുത്തെ ബാൽക്കണികളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാം നല്ല മിക്കതെല്ലാം നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഈ ഇടുങ്ങിയ തെരുവുകളും അതുപോലെ തന്നെ ഈ കളർഫുള്ളായിട്ടുള്ള ബാൽക്കണികളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഒട്ടേറെ സഞ്ചാരികളാണ് ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. ഞങ്ങളിവിടെ ഒരു പള്ളി കണ്ടു പെട്ടെന്ന്. നല്ല ഭംഗിയുള്ളൊരു പള്ളി. കൊന്തയൊക്കെ വെക്കുന്ന കച്ചവടക്കാർ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ ഒരു ഫോർട്ട് കൊച്ചിയുടെയൊക്കെ ഒരു പ്രത്യേക വൈബ് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഫോർട്ട് കൊച്ചി ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒന്നുമല്ല കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ ഒന്നുമില്ല. ഇത് നല്ല ഭംഗിയായിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത്, ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിക്ക് ഇതുപോലത്തെ വാക്കിംഗ് സ്ട്രീറ്റ് ആക്കി ഗവൺമെൻറ് മാറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ അതിന് പറ്റിയൊരു സ്കോപ്പ് ഉണ്ട് അവിടെ. നല്ല കളർഫുള്ളാണ് സ്ഥലം. എന്തായാലും ഈ ചരിത്രവും ആധുനികതയും ഒന്നിച്ചു ചേർന്നൊരു സ്ഥലമാണ് ഈ കാട്ടഹീന. ഈ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു മാർക്കറ്റ് പോലെ തന്നെയാണ് കേട്ടോ. ഒത്തിരി ഷോപ്പുകളും എല്ലാം ഉള്ളൊരു മാർക്കറ്റ് പോലെയുള്ളൊരു സ്ഥലം തന്നെയാണിത്. ക്രൗഡഡാണ്, നല്ല അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. പരമ്പരാഗത ഡ്രസ്സാണെന്ന് തോന്നുന്നു. അതിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ എല്ലാം കാണാം കേട്ടോ. നമ്മുടെ നാട്ടിലെ CT100ൻ്റെ സെയിം വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ബജാജിൻ്റെ തന്നെയാണ്, ബോക്സർ എന്നാണ് ഇവിടെ പേര്. ബജാജൊക്കെ ഇത്രയും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് വണ്ടികൾ. ഞങ്ങളിവിടുന്ന് 2 ചെറിയ ബിയറൊക്കെ മേടിച്ചിങ്ങനെ, ചൂടാണ് അതുകൊണ്ട്. ഞങ്ങൾ പതിയെ തിരിച്ചു പോവുകയാണ് ഷിപ്പിലേക്ക്. ഞങ്ങൾ തിരിച്ച് വീണ്ടും പക്ഷികളുടെയൊക്കെ കേന്ദ്രത്തിലെത്തി. തിരിച്ച് ഷിപ്പിലേക്ക് പോകുന്ന വഴി
ഇത് നമ്മുടെ മറ്റേ ഉറുമ്പിനെ തിന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവൻ അവിടെ ഇരിപ്പുണ്ട്, ആ സാധനം അവിടെ ഇരിപ്പുണ്ട്. അതിന്റെ ഒരു കുഞ്ഞിനെയാണ് കൊണ്ടുപോയത് കേട്ടോ. ആ ഉറുമ്പിനെ തന്നെ ആ ഒരു ജീവി ഉണ്ടല്ലോ, അതിന്റെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയതാണ് അവര്. വെയിലൊക്കെ കൊണ്ട് കിടക്കുവാണ് ഉമ്മര് കേട്ടോ.